രാംസ് വോയിസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഒന്ന് ഉത്തരേന്ത്യയിലേക്ക് പോകാം. ഇവിടുത്തെ വിഷയങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, എങ്കിലും കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു നിർത്തിയിരുന്നു സാംബാൽ നമുക്കൊരു എപ്പിസോഡ് ചെയ്യണമെന്ന്. സാംബാൽ അവിടുത്തെ ജമാ മസ്ജിദ് പള്ളി, അതിൻ്റെ തർക്കം, ആ തർക്കത്തെ തുടർന്ന് കോടതി ഒരു വിധി പ്രഖ്യാപിക്കുന്നു. അവിടെ ഒരു സർവേ നടത്തണം. അങ്ങനെ സർവേ നടത്താനായിട്ട് പോയ ആളുകൾക്ക് നേരെ കല്ലും വടിയും തോക്കുമായിട്ട് കുറേ പേര് ഇറങ്ങുന്നു. വലിയ ലഹള നടക്കുന്നു, കുറച്ച് പേർ മരിക്കുന്നു. അത് ഇന്ത്യ ആകെ വലിയ ചർച്ചാ വിഷയമായി. ഇതിന് തൊട്ടുപുറകെ രാഹുൽ ഗാന്ധി അങ്ങോട്ട് ഓടിച്ചെന്നു, പക്ഷേ കയറ്റിയില്ല. മുസ്ലിം ലീഗിൻ്റെ MP അങ്ങോട്ട് കയറി, അവരെയും കയറ്റിയില്ല. അവിടെ പോലീസ് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തു. പക്ഷേ അതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങൾ ഭയങ്കര രസമാണ്. ആ പ്രദേശത്തുള്ള പള്ളികൾ, അതേപോലത്തെ അവിടുത്തെ പ്രമാണിമാരൊന്നും കറണ്ട് മീറ്ററിലൂടെയല്ല എടുത്തുകൊണ്ടിരുന്നത്, നേരിട്ട് കമ്പിയിൽ നിന്ന് വലിച്ചെടുത്ത് മോഷണം നടത്തുന്നത് ആദ്യം പിടിക്കപ്പെട്ടു. പിന്നീട് സമ്പലിലെ പൊതു ഇടങ്ങൾ കയ്യേറിയത് പിടിക്കപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് പുതിയ ഒരു തരംഗമുണ്ടായി. നമ്മൾ ആ തരംഗം പറയുന്നതിന് മുന്നേ തന്നെ സമ്പലിൻ്റെ ചരിത്രം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കണം. ബ്രിട്ടീഷ് ഇന്ത്യ ആർമി ഹെഡ്ക്വാർട്ടേഴ്സിൽ 1879 ഒരു റിപ്പോർട്ട് വന്നു. അന്നത്തെ സീനിയർ ഓഫീസർ ആ റിപ്പോർട്ട് ഗൗരവത്തോടെ പഠിച്ചു. ആ റിപ്പോർട്ടിൻ്റെ പേരാണ് ടൂർസ് ഇൻ സെൻട്രൽ ഡോബ് ആൻഡ് ഗോരഖ്പൂർ, ACL കാർലെ. അദ്ദേഹം 1879 ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് ഒരു റിപ്പോർട്ട് നൽകി. അതിലെ വരികളിലൂടെ ഒന്ന് നമുക്ക് പോയി നോക്കാം. സാംബലിലെ പ്രധാന ബിൽഡിംഗാണ് ജമാ മസ്ജിദ്. ഹിന്ദുക്കൾ വിശ്വസിക്കുന്നത് ഹരിമന്ദിരം ക്ഷേത്രമാണെന്നാണ്. അവിടെയാണ് അതിൻ്റെ ഒരു തർക്ക വിഷയം ഉണ്ടാവുന്നത്. അതായത് ഹിന്ദുക്കൾ പറയുന്നത് ഹരിമന്ദിരമാണ്, അത് മുസ്ലിങ്ങൾ കയ്യേറിയതാണ് എന്ന് പറയുന്നു. അവിടെയാണ് ഈ ഒരു 1879 റിപ്പോർട്ടിൻ്റെ ചില വരികളിൽ നിന്നാണ് ആ കേസ് ഉദിക്കുന്നത്. ഈ പള്ളി ഹരിമന്ദിരം എന്ന ക്ഷേത്രമാണെന്ന് ആ റിപ്പോർട്ടിൽ ഒരു വരി വെച്ചിട്ടാണ് യഥാർത്ഥത്തിൽ ഈ കേസ് ഉണ്ടാവുന്നത്. കേസ് ഇന്നോ ഇന്നലെ ഉണ്ടായതല്ല, 1920 ആണ് ആ കേസ് ഉണ്ടാവുന്നത്. ഇന്നത് പല രാഷ്ട്രീയ കോലാഹലങ്ങൾക്കും കാരണമായിട്ട് വന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ സമ്പൽ ഉത്തർപ്രദേശിലെ ഒരു ചരിത്ര നഗരമാണ്. സമ്പലിനെ കുറിച്ച് മത്സ്യപുരാണത്തിലും സ്കന്ദപുരാണത്തിലും ഭാഗവതത്തിലും എഴുതപ്പെട്ടിട്ടുണ്ട്. വെറും ചരിത്രമല്ല, അതിനെ പൂർണ്ണമായിട്ടും അതിൻ്റെ ഒരു രൂപരേഖ തന്നെ ഈ പുരാണങ്ങളിലുണ്ട്. സ്കന്ദപുരാണത്തിലെ ഭൂമി വരാഹ് ഖണ്ഡത്തിലും ഭാഗവതത്തിലും സമ്പലിനെ കാണാം നമുക്ക്. സമ്പൽ നഗരം യയാതി പണിതതാണെന്ന് കാണുന്നു. ഇതിനോടൊപ്പം ഹരിമന്ദിരത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. സത്യയുഗത്തിൽ സമ്പലിൻ്റെ പേര് സാംബലേശ്വർ എന്നായിരുന്നു അത്രേ. മഹദ്ഗിരി എന്നും ദ്വാപര യുഗത്തിൽ പിങ്കള എന്നും അറിയപ്പെട്ടു എന്നും ഒരു ആഖ്യാനമുണ്ട്. BC 5-ാം നൂറ്റാണ്ടിലാണ് മൗര്യ സാമ്രാജ്യത്തിൻ്റെ കീഴിൽ വീണ്ടും സമ്പൽ എന്നായി തീർന്നത്. അശോക ചക്രവർത്തിയുടെ കീഴിൽ സാമ്പൽ പാഞ്ചാല രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു അത്രേ. AD 1492 രണ്ടാം ടെറൈൻ യുദ്ധത്തിൽ കുത്തുബുദ്ദീൻ ഐബക്കിൻ്റെ കീഴിൽ പിന്നീട് അങ്ങോട്ട് യുദ്ധങ്ങളായിരുന്നു. AD 1400
ആ സമയത്ത് ഡൽഹി സുൽത്താനേറ്റ് ഭരിച്ചിരുന്ന ഫിറോസ് തുഗ്ലക്ക് സമ്പലിലെ മുഴുവൻ ഹൈന്ദവ രാജാക്കന്മാരെയും ഇല്ലായ്മ ചെയ്തു. ശേഷം സമ്പൽ പൂർണ്ണമായും മുസ്ലിം അധിനിവേശത്തിൻ്റെ കീഴിലായി. പിന്നീട് സിക്കന്ദർ ലോധിയുടെ രാജ്യത്തിൻ്റെ തലസ്ഥാനമായി മാറുകയും ചെയ്തു. ഒടുവിൽ ബാബറിൻ്റെ കീഴിലും എന്ന് പറയുന്നു. ഇതിൽ ചരിത്രത്തിൽ മറ്റൊരു രസകരമായ ഒരു സംഭവമുണ്ട്. 14-ാം നൂറ്റാണ്ടിൽ ഡൽഹിയിലെ സുൽത്താൻ മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ അടുത്ത് അന്ന് ചൈനയെ ഭരിച്ചിരുന്ന മംഗോളിയൻ രാജാവ് ഒരു പ്രധാനപ്പെട്ട ദൂതനെ അയച്ചു. അദ്ദേഹത്തിൻ്റെ ആവശ്യം സമ്പലിൽ ഒരു ക്ഷേത്രം പണിയാൻ അനുവദിക്കണമെന്നായിരുന്നു. ചൈനയിൽ അന്ന് ഭരിച്ചിരുന്ന മംഗോളിയൻ രാജാവാണ് അയച്ചത്. ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇബ്നു ബത്തൂത്തയുടെ ഗ്രന്ഥങ്ങളിലാണ്. ഇത് യഥാർത്ഥത്തിൽ ഈ സാമ്പലിലെ ഈ സ്ഥലം കൽക്കി അവതരിക്കാൻ പോകുന്ന സ്ഥലമാണ് എന്നാണ് അന്ന് വിശ്വസിച്ചിരുന്നത്. അന്ന് ഈ ഭാരതത്തിൻ്റെ തൊട്ടടുത്തുള്ള എല്ലാവരും തന്നെ ഈ പറയുന്ന പുരാണങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളും വിശ്വാസങ്ങളുമുള്ള, അതുകൊണ്ടാണ് അവിടെ നിന്ന് ഇങ്ങനൊരു ആവശ്യം വന്നത്. പക്ഷേ ഇവിടെ നിന്ന് സുൽത്താൻ അത് സമ്മതിച്ചില്ല. പിന്നീട് തകർക്കപ്പെട്ട ഹരിബന്ദർ പൃഥ്വിരാജ് ചൗഹാന്റെ കാലഘട്ടത്തിൽ നിർമ്മിച്ചു എന്നും പറയപ്പെടുന്നു. അത് രണ്ട് രീതിയിലും പറഞ്ഞിട്ട് പുനർനിർമ്മിച്ചതാണോ അതല്ലെങ്കിൽ നിർമ്മിച്ചതാണോ എന്നറിയില്ല. ചൗഹാനാണ് നിർമ്മിച്ചത് എന്നൊരു ഭാഷ്യമുണ്ട്. 1891 ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പബ്ലിഷ് ചെയ്ത ദി മോണ്യുമെൻ്റൽ ആൻറ്റിക്വിറ്റീസ് ആൻഡ് ഇൻസ്ക്രിപ്ഷൻസ് എന്ന ഗ്രന്ഥത്തിൽ എ ഫുറർ ഹരിമന്ദിർ നിർമ്മിച്ചത് പൃഥ്വിരാജ് ചൗഹാനാണെന്ന് സമർത്ഥിക്കുന്നു. ഇത് തന്നെ 1911 ബറാദാബാദ് ഗസറ്റിൽ കാണാം. കാർലയുടെ ഒരു മസ്ജിദിനെ കുറിച്ച് ഈ കാർല നന്നായി പഠിച്ചിട്ടുണ്ട്. കാരണം അന്ന് ഇംഗ്ലീഷുകാരനെ തടയാനൊന്നും പള്ളി കമ്മിറ്റിക്ക് പറ്റില്ലല്ലോ. അപ്പോൾ ഈ കാർലെ ആ പള്ളിയിലകത്ത് കയറി കൃത്യമായിട്ട് പഠനം നടത്തിയിരുന്നു. അപ്പോൾ അന്ന് അവർ കാണിച്ചു കൊടുത്തത് ഒരു ശിലാലിഖിതമായിരുന്നു. ആ ശിലാലിഖിതത്തിൽ ഈ ബാബറാണ് ഇത് ഉണ്ടാക്കിയത് എന്നൊരു രേഖയാണ് അന്ന് വെച്ചത്. അതിൽ പക്ഷേ ഇദ്ദേഹം അത് കണ്ടുപിടിച്ചു, അത് തെറ്റായിട്ട് വ്യാജമായിട്ട് ഉണ്ടാക്കിയതാണെന്ന് കണ്ടുപിടിച്ചു. കാരണം ഫലകത്തിലെ പേര് ഷാ ജംജഹ് മുഹമ്മദ് ബാബർ എന്നായിരുന്നു. എന്നാൽ ബാബറിൻ്റെ യഥാർത്ഥ പേര് ഷാ സഹീർ ഉദ്ദീൻ മുഹമ്മദ് ബാബർ എന്നായിരുന്നു. അപ്പോൾ അവിടെ ഒരു കൃത്യമായിട്ട് ബാബറിൻ്റെ പേരറിയാതെ ഈ 1800-കളിൽ അതിനൊരു തങ്ങളുടേതാണെന്ന് സമർത്ഥിക്കാൻ വേണ്ടി അവിടുത്തെ മുസ്ലിങ്ങൾ ഉണ്ടാക്കിയ ഒരു രേഖയാണെന്ന് പറഞ്ഞു. അത് പ്രകാരമാണ് അവരവിടെ കൈയടക്കിയത്. അന്ന് തർക്കം ഉണ്ടായപ്പോൾ വളരെ ന്യൂനപക്ഷമായി ഹിന്ദുവിനെ അവിടെ ഇല്ലായ്മ ചെയ്തിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ചെറിയ ന്യൂനപക്ഷ ഹിന്ദുവിന് ഇത് തങ്ങളുടെ അമ്പലമാണെന്ന് തെളിയിക്കാനും ഒന്നും കഴിഞ്ഞില്ല. കാരണം അത്രയും അവർക്ക് ബലമുണ്ടായിരുന്നില്ല. കാർലയുടെ അഭിപ്രായത്തിൽ 1857 ശേഷമാണ് ലോക്കൽ ആളുകളുടെ കയ്യിൽ പള്ളിയുടെ കൺട്രോൾ എത്തിയത്. കാർലെ പള്ളി പരിശോധിച്ചപ്പോൾ പള്ളിയുടെ കുംഭത്തിന് താഴെ ഒക്ടോഗണൽ ഒരു ബേസും താഴെ ചതുര ബേസുമാണ് കണ്ടത്. അതായത് കുംഭം എന്ന് പറയുന്ന അറിയാലോ, പള്ളിയുടെ മുകളിലുള്ള ആ മകുടം, അതിന് താഴെ ഒരു ഒക്ടോഗണലായിട്ടുള്ള ഷേപ്പും, എന്നാൽ താഴെ വന്നപ്പോൾ അത് സ്ക്വയർ ആയിട്ടുള്ള ഷേപ്പ്. സാധാരണ അങ്ങനെ വരില്ല. ഈ ക്ഷേത്രങ്ങൾക്ക് മാത്രമാണ് ഒരു സ്ക്വയറായിട്ട് വരുന്നത്. അത് മാത്രമല്ല, ഇദ്ദേഹം അവിടെ പരിശോധിച്ചപ്പോൾ ഈ 4 ചുമര് അതുണ്ടാക്കിയിരിക്കുന്നത് ഈ ചുവന്ന കല്ലുകൊണ്ടാണ്, റെഡ് സ്റ്റോൺ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ഭാഗം തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി കുറേ ഭാഗം ചെത്തിക്കളഞ്ഞിട്ട് സാധാരണ ഇഷ്ടിക വെച്ചിട്ടും അവർ. പിന്നെ അതുമാത്രമല്ല, ഈ ചുമരിൽ തേച്ചിരിക്കുന്ന തേപ്പ്, ആ തേപ്പിൻ്റെ സ്വഭാവവും ഈ ഇഷ്ടികയുടെ സ്വഭാവവും നല്ല വ്യത്യാസമുണ്ടെന്നാണ് പറയുന്നത്. കാരണം അതിൻ്റെ നമുക്കറിയാലോ പഴമ, ആ പഴമയില്ലാത്ത പുതുതായിട്ട് തേച്ച് പിടിപ്പിച്ചതാണെന്ന് മനസ്സിലായി. പിന്നെ അത് മാത്രമല്ല, സാധാരണ ക്ഷേത്രങ്ങളിലേക്ക് ഒരു വാതിലാണ് ഉണ്ടാവുക, ഫ്രണ്ടിലെ വലിയ വാതിൽ. അങ്ങനെ ഒരു വാതിൽ ഈ സ്ട്രക്ചറിനുണ്ട്. എന്നാൽ അതിനുശേഷം ഇരുവശത്തുമായിട്ട് രണ്ട് വീതം 4 വാതിലുകൾ ചുമര് തുരന്നിട്ടാണ് വെച്ചതെന്നും അന്ന് കാർലെ കണ്ടെത്തി. അപ്പോൾ കാർലെ അത് കൃത്യമായിട്ട് പറഞ്ഞു, ഇതൊരു ക്ഷേത്രത്തിനെ മാറ്റിയെടുത്തതാണ്
തിരിമറി നടത്തുന്നതായിട്ട് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിരുന്നു. അന്ന് അന്ന് തന്നെ അവിടെയുള്ള മുസ്ലിങ്ങൾ പലരും ഈ കാര്യം സമ്മതിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം അവിടെ ഈ രേഖ ഉണ്ടാക്കിയതൊക്കെ, ഈ കൊത്തി വെച്ചതൊക്കെ അവരാണ് എന്നുള്ള രീതിയിൽ അന്ന് പറഞ്ഞിരുന്നു പോലും. പിന്നീട് നമുക്ക് അക്ബറിൻ്റെ ചരിത്രകാരൻ അബുൽ ഫസൽ എഴുതിയ ഐനെ അക്ബർ എന്ന പുസ്തകത്തിൽ 281 പേജിൽ അവിടെ ഒരു ക്ഷേത്രമുണ്ട്. ഹരിമണ്ഡൽ എന്നാണ് അതിൻ്റെ പേര്. അതൊരു ബ്രാഹ്മണ കുലത്തിൻ്റേതാണ്. അവരുടെ വിശ്വാസപ്രകാരം 10ാം അവതാരമായ കൽക്കി അവിടെ അവതരിക്കുമെന്ന് അവർ കരുതുന്നു. എന്നാൽ ഈ പുസ്തകത്തിലാകട്ടെ ജമാ മസ്ജിദിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. അതായത് അക്ബറിൻ്റെ ചരിത്രകാരൻ രേഖപ്പെടുത്തിയാണ് അവിടെ ഹരിമന്ദിർ എന്ന് പറഞ്ഞ ഹരിമണ്ഡൽ എന്നുള്ള ഒരു ക്ഷേത്രമുണ്ടെന്ന് അവിടെ രേഖപ്പെടുത്തുന്നു. ഔറംഗസേബിൻ്റെ കാലത്ത് ഖാന്ദാർ ബേസ് ചെയ്ത രോഹില്ലകളാണ് ഇവിടെ പിന്നീട് കുടിയേറുകയും അവിടുത്തെ ഹൈന്ദവരെ പൂർണ്ണമായിട്ടും ഒഴിവാക്കുകയും അവരാണ് ഈ ക്ഷേത്രം പള്ളിയാക്കി മാറ്റിയതെന്നും മറ്റൊരു വിവക്ഷയുണ്ട്. അപ്പോൾ ബ്രിട്ടീഷ് കാലം മുതലേ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് ആ സ്ഥലം. അതുകൊണ്ട് തന്നെ ഇപ്പം ഇവർ പറയുന്നത് പോലെ 91 ഈ വർഷിപ്പ് ആക്ട് ഒന്നും ഇതിന് ബാധകമല്ല. അന്ന് മുതൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കേസ് കോടതി ഇരിക്കട്ടെ, കോടതി തീരുമാനിക്കട്ടെ, എന്തായാലും ശരി. അപ്പോൾ ഇങ്ങനെ ഒരു പശ്ചാത്തലം ആ പള്ളിക്കുണ്ട്. മാത്രമല്ല ഈ ഇഷ്യൂ ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ പുരാതനമായ രേഖകൾ പലരുടെ കയ്യിലുണ്ട്. ഈ പുരാണങ്ങളിൽ കൂടാതെ തന്നെ അതിൻ്റെ സ്കെച്ചസ്. ആ സ്കെച്ചസ് പ്രകാരം ഈ ഹരിമണ്ഡലം അല്ലെങ്കിൽ ഹരിമന്ദിരം എന്ന് പറയുന്ന ക്ഷേത്രത്തിൻ്റെ മുഴമാണെന്നത്തെ കണക്ക്. ഇത്ര മുഴമകലെ ഇന്ന കിണർ, ഇത്ര മുഴമകലെ ഇന്ന അമ്പലം, ഇത്ര മുഴമകലെ ഈ കുളിക്കടവ് എന്നൊക്കെ രേഖപ്പെടുത്തിയ രേഖ പ്രകാരം ഇപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആളുകൾ വന്ന് അവിടെ കുഴിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പം ആരും പുറത്ത് പറയുന്നില്ല, അവിടെ കുഴിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ കുഴിക്കൽ നമുക്ക് കണ്ടാൽ വേദന തോന്നുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞാൽ വളരെ പുരാതനമായിട്ടുള്ള ഒരു കുളിക്കടവ്. അന്ന് അണ്ടർഗ്രൗണ്ട് കുളിക്കടവുണ്ടല്ലോ, താഴോട്ട് കൽപ്പടവുകൾ ഇറങ്ങി ചെന്നിട്ട് ഇരുവശത്തും വലിയ തൂണുകൾ വെച്ച് വിശ്രമ കേന്ദ്രങ്ങളും മുറികളൊക്കെ ഉള്ള വലിയൊരു കുളിക്കടവ് മണ്ണ് മാന്തി എടുത്ത് ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യ പുറത്തേക്ക് എടുത്തു. ഞെട്ടിപ്പോകും നമുക്ക്. ഈ കുളിക്കടവിൻ്റെ ശരിക്കും പറഞ്ഞാൽ മുകളിൽ പോലും കയ്യേറി വീടുകൾ വെച്ചിരിക്കുന്നു. ആർക്കൊന്നും പറയാനില്ല ഇത് മാറ്റിയെടുത്തപ്പോൾ. അതേപോലെ തന്നെ അന്ന് പുരാണത്തിൽ വിശിഷ്ടമായി എഴുതപ്പെട്ട കിണറുകൾ, പാപനാശിനിയായിട്ടുള്ള കിണറുകൾ, ഇതൊക്കെ കൃത്യമായി രേഖപ്പെടുത്തിയ സ്ഥലത്ത് നിന്ന് കണ്ടെടുത്തുകൊണ്ട് ഇതൊക്കെ മണ്ണിട്ട് ഇത് ശുദ്ധജലം കിട്ടുന്ന ഈ കിണറുകളെല്ലാം മണ്ണിട്ട് മൂടിയിട്ടാണ് ഇവർ ചരിത്രത്തെ മായ്ക്കാൻ ശ്രമിച്ചത്. ആ വെള്ളമെടുത്ത് കുടിക്കാനല്ല ശ്രമിച്ചത്. കാരണം ആ കിണറുകളിൽ ഹൈന്ദവർ പൂജ ചെയ്തിരുന്ന കിണറുകളാണ്. ഒരു കിണർ കംപ്ലീറ്റ് കോൺക്രീറ്റ് ചെയ്ത് അടച്ചിരുന്നു. അത് വെട്ടിപ്പൊളിച്ചിട്ടാണ് കിണർ കണ്ടെത്തിയത്. അതിലോ 10-12 അടി താഴയിൽ നല്ല തെളിഞ്ഞ വെള്ളം ഇപ്പോഴുമുണ്ട്. മറ്റൊന്ന്, ഒരു ക്ഷേത്രം, ആ ക്ഷേത്രത്തിൻ്റെ ചുമരിനോട് ചേർത്ത് കൊട്ടി അടച്ച് വീട് വെച്ച് ക്ഷേത്രം കാണില്ലായിരുന്നു. ഈ പറഞ്ഞ രേഖ പ്രകാരം പോയി തപ്പി നോക്കുമ്പോൾ ക്ഷേത്രം കണ്ടെടുത്തു. ഹനുമാൻ പ്രതിഷ്ഠയുള്ള ക്ഷേത്രം. അങ്ങനെ ഇപ്പോൾ സാമ്പലിൽ വലിയ ഉദ്ഖനനം നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും ഈ പറയുന്ന ചരിത്രത്തിൻ്റെ അവശേഷിപ്പുകൾ, തിരിശേഷിപ്പുകൾ തിരിച്ചെടുത്തുകൊണ്ടിരിക്കുന്നു. ഇത് മൂടിക്കളഞ്ഞതാരാ? സംശയിക്കേണ്ട, അവിടെ ജീവിക്കുന്ന ഈ സമുദായം തന്നെയാണ്. ഇതിൻ്റെ ഒരു അംശം പോലും പുറത്തു വരാൻ പാടില്ലാത്ത രീതിയിൽ മണ്ണിട്ട് മൂടി
അതിന് മുകളിൽ വീട് വെച്ച് കിണർ പോലും മൂടിക്കളഞ്ഞു. ഒരു കിണറല്ല, 2 കിണറല്ല, ഒരുപാട് കിണറുകൾ മൂടിയിട്ട് അതിൻ്റെ മുകളിൽ വസിക്കുക. അപ്പോൾ ചരിത്രത്തിൻ്റെ തിരുശേഷിപ്പുകൾ എന്തെങ്കിലും പുറത്തു വന്നാൽ തങ്ങൾ പുറത്താക്കപ്പെടുമെന്നുള്ള ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ആ സമൂഹം അവിടെ തൂക്കുമായിട്ടും വടിയും വാളുമായിട്ടും ഇറങ്ങിയത്. കുറേ കാലം അവിടെ ഭരിച്ചിരുന്ന ആരാന്നറിയാലോ? മോദി വന്നിട്ട് ഇപ്പോൾ 2ാമത്തെ ടേമാണ്. അതിനു മുമ്പ് ഭരിച്ചിരുന്നവർ ഈ മൂടി വെക്കലിനും ഈ നശിപ്പിക്കലിനും കൂട്ടുനിന്നു എന്ന് തന്നെ വേണം പറയാൻ. ഒരു കാര്യം നമ്മൾ ആലോചിക്കണം. ഈ സമ്പന്ന രാഷ്ട്രീയത്തിൽ ഷെഫീഖുൾ റഹ്മാൻ ബർക്ക് എന്ന് പറഞ്ഞ അവിടെ ആദ്യം MLA ആയിരുന്നു, പിന്നീട് MP ആയിരുന്ന മനുഷ്യൻ. ആ മനുഷ്യനാണ് വന്ദേ മാതരം പാടരുത്, അത് ഇസ്ലാമിനെതിരാണെന്ന്. വന്ദേ മാതരം ആലപിക്കരുത്, അത് ഇസ്ലാമിനെതിരാണെന്ന് പറഞ്ഞ മനുഷ്യനാണ്. പിന്നീട് അദ്ദേഹം ഈ വർഷം മരിച്ചത്. അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടിയാണ് ഇപ്പോൾ അവിടുത്തെ. അയാളും ഈ കേസിൽ, റൈറ്റ് കേസിൽ പ്രതിയാണ്. ആ പേരക്കുട്ടി പ്രതിയാണ്, മറ്റൊരു MLA പ്രതിയാണ്. കരുതിക്കുട്ടികളുടെ ആക്രമണമായിരുന്നു എന്ന് പറയുന്നു. അപ്പം ഞാൻ ഇത്രയും പറഞ്ഞു വന്നത്, കേവലം ഇതൊരു ശിവലിംഗം തപ്പുക അതല്ലെങ്കിൽ അമ്പലം തപ്പുക എന്നുള്ളതല്ല പലപ്പോഴും കാണുന്നത്. അധിനിവേശത്തിൻ്റെ കാലത്ത്, ആ അധിനിവേശത്തിൻ്റെ സമയത്ത് ക്രൂരമായി കൊല ചെയ്യപ്പെട്ട, ക്രൂരമായി ആട്ടിയോടിക്കപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ വിശ്വാസ പ്രമാണങ്ങൾ, അതിൻ്റെ അടയാളങ്ങൾ, അത് ഹിന്ദു എന്നോ മുസ്ലിമോ എന്നുള്ളതല്ല പ്രശ്നം. ഭാരതത്തിൻ്റെ പൗരാണികമായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള ഈ കുത്തിവെക്കലുകൾ, അത് തിരിച്ചെടുക്കാനുള്ള ശ്രമമാണ് വേണ്ടുന്നത്. അപ്പോൾ അത് തിരിച്ചെടുക്കാൻ ഉള്ള ശ്രമത്തിനിടയിൽ അതിൽ മതം കൊണ്ട് അതിനെ ഹരിക്കുകയോ അല്ല ചെയ്യേണ്ടുന്നത്. ഇപ്പോൾ പൈതൃകം എന്ന് പറയുന്നത്, ആ പൈതൃകത്തെ അധിനിവേശ ശക്തി കൊണ്ട് നേരിട്ടു ആ പാപഭാരമെങ്കിലും ഏറ്റെടുക്കണം, അംഗീകരിക്കണം. ഇവിടുന്ന് ഈ ഹൈന്ദവ സമൂഹത്തെ ആട്ടി ഓടിച്ചതാണ്. അവരുടെ തിരുശേഷിപ്പുകൾ ഇവിടെ ഉണ്ട്, അവർ വല്ലപ്പോഴും വന്ന് പൂജ ചെയ്തു പോയിക്കോട്ടെ എന്നുള്ള ഒരു മര്യാദ പോലും കാണിക്കാതെ ക്ഷേത്രങ്ങൾ തകർക്കുക ചെയ്തു. ഇവിടുത്തെ രാഷ്ട്രീയത്തിനൊരു കുഴപ്പമുണ്ട്. ഇതിൻ്റെ ഒന്നും ഉൾവശത്തേക്ക് കയറി ചെല്ലാതെ ഇത് കേവലം സംഘികളുടെ ഒരു പ്രവർത്തനമാണ് എന്നുള്ള രീതിയിൽ പറയുന്ന ഒരു സ്വഭാവമുണ്ട്. ഇത് നമുക്കറിയാം. താജ്മഹൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ്. അതേപോലെയാണ് ഭാരതത്തിൻ്റെ ഓരോ പൈതൃകവും. ഇപ്പോൾ ഇന്തോനേഷ്യ നോക്കുക. ഇന്തോനേഷ്യ ഇസ്ലാമിക രാജ്യമായിട്ട് എത്രയോ കാലമായി, പക്ഷെ അവിടുത്തെ ക്ഷേത്രങ്ങളൊന്നും തകർക്കപ്പെട്ടില്ല. അവരുടെ നോട്ടുകളിൽ ഇപ്പോഴും ഗണപതി ഉണ്ട്. കാരണം അവർ അതൊക്കെ തന്നെ ഈ ടൂറിസത്തിന് വേണ്ടി തുറന്നിട്ടിരിക്കുകയാണ്. ഇതേപോലെ ബുദ്ധമതത്തിൻ്റെ സമ്പുഷ്ടമായിട്ട് അടയാളങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു അഫ്ഗാനിസ്ഥാൻ. ആ അഫ്ഗാനിസ്ഥാൻ്റെ സ്ഥിതി ഇന്ന് എന്താണ് എന്ന് ആലോചിച്ച് നോക്കൂ. അവിടുത്തെ എല്ലാ പൈതൃകങ്ങളും തകർത്ത് കളഞ്ഞു. നമുക്കൊരു രാജ്യം, ആ രാജ്യത്തിൻ്റെ ഓർമ്മകൾ എപ്പോഴും ഉണ്ടാവുന്നത് അതിൻ്റെ പൈതൃകത്തിൽ നിന്നാണ്. ആ പൈതൃകത്തെ തട്ടി ഉടച്ച് കളഞ്ഞാൽ പിന്നെ അവിടെ ഒന്നുമില്ല. ഇന്നിപ്പോൾ ലബനാൻ ആണെങ്കിലും ശരി, സിറിയ ആണെങ്കിലും അവിടേക്ക് ടൂറിസ്റ്റുകൾ കയറി വരുന്നത് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാനാണോ? അല്ലല്ലോ. അവിടുത്തെ മുമ്പിലത്തെ പൈതൃകങ്ങളുണ്ട്, ആ പൈതൃകങ്ങൾ കാണാൻ വേണ്ടി വരുന്നതാണ്. ആ പൈതൃകങ്ങളൊന്നും ഇസ്ലാമുമായിട്ട് ബന്ധപ്പെട്ട പൈതൃകങ്ങളല്ല. അതിനു മുമ്പുണ്ടായിരുന്ന വിശ്വാസ പ്രമാണങ്ങളുടെ പൈതൃകം കാണാനാണ് അവർ വരുന്നത്. ഭാരതത്തിലും അങ്ങനെ തന്നെയാണ്. ഭാരതത്തിൽ അജന്ത, എല്ലോറ, അങ്ങനെ തുടങ്ങി ഭാരതത്തിലെ ക്ഷേത്രങ്ങൾ, മധുര മീനാക്ഷി ടെമ്പിൾ, ഇവിടേക്കൊക്കെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ ഒഴുകിയെത്തുന്നത് ഈ പൈതൃകത്തെ ദർശിച്ച് മനസ്സിലാക്കാനാണ്. അത്തരത്തിലുള്ള ഒരു കേന്ദ്രമാണ് ഈ സാമ്പൽ. അവിടെ മണ്ണിനടിയിൽ
മറച്ചു വെച്ചത് പുറത്തേക്ക് വരുമ്പോൾ സത്യത്തിൽ നമുക്ക് നെഞ്ചി പിടഞ്ഞു പോകും. നിങ്ങളൊന്ന് പോയി നോക്കൂ. സാമ്പാലെന്ന് അടിച്ചു കഴിഞ്ഞാൽ മതി, യൂട്യൂബിൽ നിറയെ സാമ്പാലാണ്. ആ സാമ്പാലിൻ്റെ ആ ഉദ്ഘാടനവും അതിൻ്റെ നമുക്ക് ആ കുളിക്കടവൊക്കെ അങ്ങനെ തന്നെ സൂക്ഷിക്കുകയാണെങ്കിൽ അത് കാണാൻ തന്നെ എത്രയോ ആൾക്കാർ വരും. നമുക്കറിയാം, ഇപ്പോൾ ഗ്യാൻവാപ്പിയിലെ എടുക്കുന്ന സ്ഥലത്തുള്ള കല്ല് ശിവലിംഗമാണെന്ന് സാമാന്യ രീതിയിൽ നമുക്ക് ആർക്ക് നോക്കിയാലും ബോധ്യവും. ഇപ്പം നിലവിലുള്ള മുസ്ലിങ്ങൾക്കും അറിയാം ഇത് അധിനിവേശ കാലത്ത് ഇത് ക്ഷേത്രം തകർത്ത് പള്ളിയാക്കിയതാണെന്ന് എല്ലാവർക്കും അറിയാം. ഈ അറിഞ്ഞുകൊണ്ടുള്ള നാടകമാണ് ഇതൊക്കെ തന്നെ. ഭാരതത്തിൽ ഇസ്ലാമിക അധിനിവേശം ഉണ്ടായപ്പോൾ ഹൈന്ദവ ബിംബങ്ങളെ തകർക്കുക, അതിനു മുകളിൽ മതത്തെ പ്രതിഷ്ഠിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ചെയ്തത്. അത് ഭാരതത്തിൽ മാത്രമല്ല, ലോകത്തെല്ലായിടത്തും ഇസ്ലാം കയറി വന്നപ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇന്ത്യൻ ഇഷ്യൂ ഒഴികെ, അവിടുത്തെ ക്ഷേത്രങ്ങൾ തകർത്ത് അതിന് മുകളിൽ പള്ളി വെക്കുക, അതൊരു രസമായിരുന്നു. ബാബറിനൊക്കെ അതൊരു രസമായിരുന്നു. എന്തിനാണ് ഇപ്പം നമുക്ക് ഈ കൊച്ചു കേരളത്തിൽ ടിപ്പു സുൽത്താൻ്റെ പടയോട്ടക്കാലത്ത് തകർക്കപ്പെട്ട ക്ഷേത്രങ്ങളുടെ കണക്കൊന്ന് എടുത്തു നോക്കൂ. ഇപ്പോഴും പലയിടത്തും നിധി കിട്ടുന്നുണ്ട്. എന്താണ് നിധി? ക്ഷേത്രം ആക്രമിക്കാൻ ടിപ്പു വരുന്നു എന്നറിഞ്ഞ് ക്ഷേത്രത്തിലെ മുതലുകളെല്ലാം കൊണ്ടുപോയി അവിടെ ഇവിടെ കുഴിച്ചിടുക, കിണറ്റിൽ പാത്രത്തിൽ കെട്ടിത്താഴ്ത്തുക, ഇങ്ങനെയൊക്കെ ചെയ്ത ആ സ്വർണവും മുതലൊക്കെയാണ് ഇപ്പോഴും പല സ്ഥലത്തു നിന്നായിട്ട് കിട്ടുന്നത്. ചിലതൊക്കെ പുറത്ത് വരുമ്പോൾ നമ്മൾ അറിയുന്നു, പുറത്ത് വരാത്തത് എത്രയോ ഉണ്ട്. നമുക്കറിയാം. അപ്പം തിരൂർ ദിനേശൻ്റെ ലേഖനങ്ങളൊക്കെ വായിക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീഡിയോസൊക്കെ കാണുമ്പം എത്ര ക്ഷേത്രങ്ങൾ തകർന്ന് മണ്ണോട് മണ്ണായിട്ട്, അത്തരം ക്ഷേത്രങ്ങളുടെ മുകളിൽ ഇപ്പോഴും കൊടി വയ്ക്കുന്നു, ഇപ്പോഴും പള്ളി വയ്ക്കുന്നു. പൊന്നാനിക്കടുത്ത് ഇപ്പോൾ അടുത്ത കാലത്തുണ്ടായി. ഒരു വൈരാഗ്യം പോലെയാണ് ഇത്. ബിംബാരാധകരതാണ്, അത് തകർക്കുക, അതിൻ്റെ മുകളിൽ തന്നെ വെക്കണം എന്നുള്ളൊരു വാശി. ഇപ്പോഴും ഈ മതഭ്രാന്തന് അങ്ങനെയൊന്നുണ്ട്. അവൻ്റെ ശത്രുവിനെ ഇല്ലായ്മ ചെയ്ത് ആ ശത്രുവിൻ്റെ ഡെഡ് ബോഡിക്ക് മുകളിൽ വേണം കൊടികുത്താൻ എന്നുള്ള ഒരു ദാർഢ്യം. അത് ഈ അക്രമമതത്തിന് എപ്പോഴും ഉണ്ടാവുന്നതാണ്. ആക്രമിക്കപ്പെട്ട അല്ലെങ്കിൽ മരണപ്പെട്ട, കൊല്ല ചെയ്യപ്പെട്ട, ചതച്ചരയ്ക്കപ്പെട്ട മനുഷ്യർക്ക്, അതല്ലെങ്കിൽ തകർക്കപ്പെട്ട ക്ഷേത്രത്തിന് മുകളിൽ ആധിപത്യം സ്ഥാപിക്കുക. നമുക്ക് 21 ചരിത്രമൊക്കെ പറയാം. ക്ഷേത്രം തകർത്തിട്ട് അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ചെയ്തത് എനിക്കൊരു പബ്ലിക്കായിട്ട് പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. അതൊക്കെ ചെയ്ത കുടുംബങ്ങൾ പിന്നീട് അനുഭവിച്ചില്ലാതായ ചരിത്രവും ഉണ്ട് കേട്ടോ. അതിലൊരു ഉദാഹരണമാണ് ഇപ്പോൾ അങ്ങനെ തകർക്കപ്പെട്ട ഒരു ക്ഷേത്രത്തിൻ്റെ കല്ലെടുത്ത് കൊണ്ടുപോയി സ്വന്തം കക്കൂസിൽ വെച്ച ആളാരാണെന്നറിയോ? ഞാൻ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന പേരിൽ രാമസിംഹൻ. ആ രാമസിംഹൻ ചെയ്തത് അങ്ങനെയാണ്. ഒരു കല്ലെടുത്ത് കൊണ്ടുപോയി കക്കൂസിൽ വെച്ചു. പിന്നീട് വയറുവേദന വന്നു. അത് വിശ്വസിക്കാതിരിക്കുകയോ ഇല്ല. സകലമാന മരുന്ന് കഴിച്ചിട്ടും ഒരു തൃപ്തിയും കിട്ടാതെ അവസാനമാണ് ഇങ്ങനെ ആരോ പറഞ്ഞു, അത് ഈ മന്ത്രതന്ത്രങ്ങൾ അറിയുന്ന ആരെങ്കിലും കൂട്ടിക്കൊണ്ടുവന്നു. അങ്ങനെ കൂട്ടിക്കൊണ്ടുവന്നപ്പം അദ്ദേഹം ചോദിച്ചു, ഒരു ക്ഷേത്രത്തിൻ്റെ എന്തെങ്കിലും ഇവിടെ കൊണ്ടുപോയി മോശപ്പെട്ട രീതിയിൽ വെച്ചിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്, കക്കൂസിൽ വെച്ചിട്ട്. അത് തിരിച്ചു കൊണ്ടുവച്ചേക്കോ, വയറുവേദന മാറുന്നു. അങ്ങനെ ഇത് കൊണ്ട് തിരിച്ചു വെച്ചപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വയറുവേദന മാറി. അങ്ങനെയാണ് ഈ രാമസിംഹൻ യഥാർത്ഥത്തിൽ ഈ ഇസ്ലാം വിടാനുള്ള തുടക്കം. പിന്നീട് രാമസിംഹൻ ആ ക്ഷേത്രം, തകർക്കപ്പെട്ട ക്ഷേത്രം, ആ ക്ഷേത്രം പുനരുദ്ധരിക്കാൻ വേണ്ടി രംഗത്തിറങ്ങുകയും ആ ക്ഷേത്രം പുനരുദ്ധരിച്ചു. അതോടൊപ്പം ഇദ്ദേഹം മതം മാറി, ഹിന്ദുവായി. പക്ഷെ ആ ക്ഷേത്രം പൂർത്തീകരിച്ച് അവിടെ പൂജ തുടങ്ങുന്നതിന് മുന്നേ അദ്ദേഹത്തെ കൊല ചെയ്യപ്പെട്ടു. അദ്ദേഹത്തെ ഈ പറയുന്ന
ഇസ്ലാമിക തീവ്രവാദികൾ കൊല ചെയ്തു. ആ ചരിത്രം അപ്പം നമുക്ക് ഇതൊക്കെ കൂട്ടി വായിക്കാവുന്ന ചരിത്രമാണ്. ലോകത്തെ എല്ലായിടത്തും സംഭവിച്ചിട്ടുള്ളത് ഒരേ രീതിയിലാണ്. മതാധിനിവേശം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, അഫ്ഗാനിസ്ഥാനിൽ ഇന്ന് വന്ന ഒരു റിപ്പോർട്ട്, ഈ അടുക്കളയ്ക്ക് ജനൽ വെക്കരുത്, സ്ത്രീകൾ ജോലി ചെയ്യുന്നിടത്ത് ജനൽ വെക്കരുത്. എൻ്റെ ദൈവമേ, ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? അടുക്കള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ പുക വീരുന്ന സ്ഥലമാണ്. അവിടെ ഒരു ജനൽ പോലും ഇല്ലാതെ സ്ത്രീ നിന്ന് ജോലി ചെയ്യണം എന്ന് പറയുമ്പോൾ ഈ കേരളത്തിലെ സ്ത്രീകൾ, മുസ്ലിം സമുദായം ഒക്കെ ഒന്ന് ചിന്തിക്കണം, എങ്ങോട്ടാണ് മതം പോകുന്നത്. അപ്പോൾ പറയും ഈ ഇവിടെ അങ്ങനെയല്ലല്ലോ, ഇവിടെയും അങ്ങനെയാണ്. യഥാർത്ഥത്തിലുള്ള ഇസ്ലാമിക ഈ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ ശരീഅത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അത് തന്നെയാണ് പറയുക. അടിമകൾ തിരിച്ചു വരും. പൂർണ്ണമായിട്ടും അങ്ങനെ ഒരു ശരീഅത്തിൻ്റെ കീഴിൽ വന്നു കഴിഞ്ഞാൽ, കാരണം അടിമത്വം അവിടെ അവസാനിപ്പിച്ചിട്ടില്ല, അടിമത്വം തിരിച്ചു വരും. അടിമകൾക്ക് പൊക്കിളിന് താഴെ മുട്ടുവരെ ഉടുക്കാൻ പറ്റുകയുള്ളൂ. മറ്റുള്ളവർ പർദ്ദ ധരിക്കണം, കാരണം പർദ്ദ ധരിക്കുന്നവരെ കണ്ടാൽ അടിമയല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന പർദ്ദ തുടങ്ങിയത് എന്ന് കേട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, കഴിഞ്ഞ നൂറ്റാണ്ട് വരെ, കഴിഞ്ഞ നൂറ്റാണ്ടല്ല, ഈ നൂറ്റാണ്ടിൻ്റെ ആദ്യമാണ് പലയിടത്തും ഈ അടിമ വ്യവസ്ഥ നിർത്തലാക്കിയത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസ് ഉണ്ട്, ഞാൻ തപ്പിയപ്പോൾ കിട്ടി. എനിക്കിതിൽ ഇടാൻ പറ്റില്ല, കാരണം നഗ്നരായിട്ടുള്ള അടിമകളും അറബിയും ഉള്ള ചിത്രങ്ങൾ ധാരാളം കാണാം. തൊട്ടടുത്തപ്പം ഫോട്ടോഗ്രാഫി കണ്ടുപിടിച്ചിട്ട് എത്ര വർഷമായി? 100 വർഷം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ നമുക്ക്. അപ്പോൾ ഫോട്ടോഗ്രാഫ്സാണ് കാണുന്നത്. അടിമത്ത വ്യവസ്ഥ അവസാനം നിന്ന സ്ഥലങ്ങളിലെ ഫോട്ടോസ് ഇന്ന് യൂട്യൂബിൽ ഈ പറയുന്ന ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളൊരു മതവിരോധമല്ല, ഈ മതത്തിൻ്റെ പേരിലുള്ള ഒരു മുന്നേറ്റം വന്നു കഴിഞ്ഞാൽ ശത്രുവായി നിൽക്കുന്നത് എപ്പോഴും ഇസ്ലാമിൻ്റെ ശത്രു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിംബങ്ങളാണ്. ബിംബങ്ങളെ ഇല്ലായ്മ ചെയ്യുക, കാരണം മൂർത്തികളെ ഇല്ലായ്മ ചെയ്യുക. ഈ പറയുന്ന പ്രവാചകൻ തുടങ്ങി വെച്ചത് അങ്ങനെയാണ്. കാബ എന്ന് പറയുന്ന ക്ഷേത്രത്തിലെ 360ഓളം വരുന്ന ഐഡിയൽസിനെ ഇല്ലായ്മ ചെയ്തിട്ട് തൻ്റേതായിട്ടുള്ള ഒരു അവിടെ അള്ള എന്ന് പറഞ്ഞ ഒരു ബിംബം നേരത്തെ ഉണ്ടായിരുന്നു പോലും, ആ അള്ളയെ മാത്രം നിലനിർത്തി എല്ലാം തകർത്തിട്ട് അവിടെ അള്ളയെ പ്രതിഷ്ഠിക്കുകയാണ് ചെയ്തത്. നിലനിൽക്കുന്ന വ്യവസ്ഥയെ ഇല്ലായ്മ ചെയ്തിട്ട് അവിടെ പച്ചക്കൊടി നാട്ടുക എന്നുള്ളതാണ്. സമ്പലിലും അതാണ് സംഭവിച്ചത്. സമ്പന്നമായ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായി നിന്ന സമ്പൽ, ആ സമ്പലിൻ്റെ ചരിത്രം മുഴുവനും ഇല്ലായ്മ ചെയ്തിട്ട് അവിടെ മുസ്ലിം അധിനിവേശം ഉണ്ടാവുകയും ഹൈന്ദവർ ഓടിപ്പോവുകയും ചെയ്തു. ഇന്ന് അതിലെ പഴയ ആളുകൾ, വൃദ്ധന്മാരൊക്കെ വന്നിട്ട്, ഞാൻ ഓടിക്കളിച്ച സ്ഥലമാണ് ഈ പറയുന്ന ഇത് മണ്ണിട്ട് മൂടിയ കുളക്കടവിൽ പണ്ട് കുഞ്ഞിലെ ഞങ്ങൾ ഓടിക്കളിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് സങ്കടകരമായ അവസ്ഥയാണ് തോന്നുന്നത്. അവരവിടുന്ന് ആട്ടി ഓടിക്കപ്പെട്ടവരാണ്. ഏതൊരു പ്രദേശത്താണെങ്കിലും മതാധിവേശം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ ഓടേണ്ടി വരുമെന്നുള്ളത് പുതിയ ചരിത്രമല്ല, പഴയ ചരിത്രമാണ്. അന്ന് മുതൽ തുടങ്ങിയതാണ്. ഇപ്പം നമുക്ക് കാണാമല്ലോ, ബംഗ്ലാദേശിലേക്കൊന്ന് നോക്കൂ. ബംഗ്ലാദേശിൽ സംഭവിക്കുന്നത് ഇതിനല്ലേ. അവിടെ ഈ പറയുന്ന ഇസ്ലാമിക ജമാഅത്തെ ഇസ്ലാമി അധികാരത്തിലേക്ക് വരുമ്പം പിന്നെ അവർക്ക് വേറൊന്നും പാടില്ല. ഒരു ബിംബാരാധകനെയും പാടില്ല, ഒരു കുരിശിനെയും പാടില്ല, ഒരു ജൈനനെയോ ഒരു ബുദ്ധനെയോ അവർ അവശേഷിപ്പിക്കില്ല, ഇല്ലായ്മ ചെയ്യും. ഇല്ലായ്മ ചെയ്താൽ ഇന്നിപ്പോൾ ഈ പർദ്ദയിട്ട് പടച്ചവനെ വിളിച്ച് നടക്കുന്ന സ്ത്രീയാണ് ആദ്യം. അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകളെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? 2 അക്ഷരം പഠിക്കാൻ അവർക്ക് പറ്റുന്നില്ല. ഭർത്താവിൻ്റെയോ അച്ഛൻ്റെയോ കൂടെ അല്ലാതെ പുറത്തിറങ്ങാൻ പാടില്ല, ജോലി ചെയ്യാൻ പാടില്ല. ഇപ്പം ഇതാ അവരുടെ അടുക്കളയും ഇരുട്ടാക്കി മാറ്റുന്നു.
ഇതെന്തൊരു മതമാണ് ദൈവമേ എന്ന് ചോദിച്ചു. എന്തൊരു മതമാണ്. എന്നിട്ട് ഇവിടുത്തെ, ഞാനത് ഇന്ന് FB ഒരു പോസ്റ്റ് ഇട്ടപ്പം ഇവിടുത്തെ ക്ണാപ്പന്മാർ വന്ന് അതിനകത്ത് ആപ്പിയിടുന്നു. ഇന്ന് രാവിലെ ഏഷ്യാനെറ്റ് ആ വാർത്ത കൊണ്ടുവന്നപ്പോൾ ഞാൻ ആ വാർത്ത അങ്ങനെ തന്നെ എന്ന് എടുത്തിട്ട് അഫ്ഗാനിസ്ഥാനിൽ ജനലുകൾ അടയ്ക്കാൻ പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഞാൻ ഇട്ടപ്പോൾ അതിൻ്റെ അകത്ത് വന്നിട്ട് ഒന്നും രണ്ടും ചെയ്യുന്ന സമൂഹം. അപ്പോൾ ആലോചിച്ച് നോക്കും, നമ്മളും എങ്ങോട്ടാണ് പോകുന്നത്? അഫ്ഗാനിസ്ഥാനിലേക്ക് തന്നെയാണ്, യാതൊരു സംശയവും വേണ്ട. ഇവിടുത്തെ ഇസ്ലാമിക സമൂഹം പോകുന്നത് അഫ്ഗാനിസ്ഥാനിലേക്ക് തന്നെയാണ് എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ പോസ്റ്റിൻ്റെ അടിയിൽ വന്ന് ഈ പറയുന്ന ഒന്നും രണ്ടും ചെയ്യുന്നവരെ കണ്ടാൽ നമുക്ക് മനസ്സിലാകും. അവർ വിദ്യാഭ്യാസമില്ലാത്തവരല്ല, വിദ്യാഭ്യാസമുള്ള, ലോകം കണ്ടിട്ടുള്ള, ലോകത്തെ അറിഞ്ഞിട്ടുള്ള ചെറുപ്പക്കാരൻ വന്നിട്ട് ഇത്തരത്തിൽ പെരുമാറുമ്പോൾ അവരുടെ ഉള്ളിലുള്ളത് ആ പറയുന്ന 16-ാം നൂറ്റാണ്ടിൻ്റെ സംസ്കാരമാണെന്ന് സംശയിക്കാതെ വയ്യ. അതുകൊണ്ട് തന്നെയാണ് ഈ ആധുനിക യുഗത്തിലും അഫ്ഗാനിസ്ഥാനെ പോലെ സ്ത്രീകളെ ഇല്ലായ്മ ചെയ്യുന്ന സ്ഥലങ്ങൾ ഉണ്ടായി വരുന്നത്. എല്ലാ മതങ്ങളും മാറ്റത്തിന് വിധേയമാവാതെ തിരിച്ച് യാത്ര ചെയ്യുന്ന, തിരിച്ച് വന്നിടത്തേക്ക് പോകുന്ന ഒരു സമൂഹത്തെ ഞാൻ വേറെ കണ്ടിട്ടില്ല. ബുദ്ധി കൊണ്ട് ചിന്തിക്കാത്ത സമൂഹം. അതിൽ നിഷ്കളങ്കരായിട്ടുള്ള മനുഷ്യരും പെടുന്നു. അതിൻ്റെ കൂടെ നിൽക്കാതെ പറ്റാത്തൊരവസ്ഥ അവർക്കും വരുന്നു. സാമാന്യ ബോധമുള്ള മനുഷ്യരെ കാണുന്ന ആ സമൂഹത്തിലെ നല്ലവരായിട്ടുള്ള ആളുകൾ, ആ ആളുകൾ പോലും അതിലേക്ക് നയിക്കപ്പെടുന്നു. അപ്പം നമ്മൾ സംഭരിലെ പള്ളിയും ഒക്കെ ഇതിന് ഉദാഹരണമായിട്ട് എടുക്കണം. ഇന്ത്യയിലെ ഓരോ സ്മാരകങ്ങളും ഇവിടുത്തെ പൊതുസമൂഹം ഒന്ന് പോയി കാണണം, ഇന്ത്യ അറിയണം. അങ്ങനെ ഇന്ത്യ അറിയുമ്പോൾ ഈ 16-ാം നൂറ്റാണ്ടിലെ കാടത്തം എവിടെയൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നത് വ്യക്തമാകും. ഏതൊക്കെ ക്ഷേത്രങ്ങളിൽ തകർക്കാൻ ശ്രമിച്ചിട്ടും തകർക്കാൻ പറ്റാതെ അവശേഷിക്കുന്നതാണ് ഇന്ന് അജന്തയും എല്ലോറയും ഒക്കെ അല്ലേ. സമ്പന്നില് ഇപ്പം ലീഗർക്ക് പോകണ്ടേ, രാഹുൽ ഗാന്ധിക്ക് പോകണ്ടേ? ചിന്തിക്കുക. കേവല രാഷ്ട്രീയത്തിന് വേണ്ടി മനുഷ്യനെ പകുത്തു മാറ്റുന്നില്ല. ഒരു സാമാന്യ അന്വേഷണം, ചരിത്രബോധം, ആ ചരിത്രത്തെക്കുറിച്ച് പറഞ്ഞ് ബോധ്യപ്പെടുത്തൽ, സമരസപ്പെടൽ, ഇതൊക്കെ വേണ്ട ഈ രാജ്യത്ത്. അതല്ലാതെ എന്തും വോട്ടിന് വേണ്ടി ആയുധമാക്കുകയും ഈ പറയുന്ന വിഭജനം ഉണ്ടാക്കുകയും ചെയ്യുന്നതിൻ്റെ അർത്ഥം എന്താണ്? യഥാർത്ഥ സമ്പൽ ഉണ്ടാക്കിയത് കൃത്യമായിട്ടും ഒരു വർഗീയ കലാപത്തിൻ്റെ തുടക്കമായിരുന്നു. പക്ഷേ അവിടെ യോഗിയുള്ളത് കൊണ്ട് കൃത്യമായിട്ട് ഒതുക്കേണ്ടതിനെ അടിച്ച് തന്നെ ഒതുക്കി. അങ്ങനെ ത്രാണിയുള്ള നട്ടലുള്ള ഭരണാധികാരികൾ വരണം, ഇല്ലെങ്കിൽ അവിടെ കത്തിയനെ. നട്ടലുള്ള ഭരണാധികാരികൾ ഉണ്ടെങ്കിൽ അനങ്ങാൻ പറ്റില്ല. ബുൾഡോസർ വേണ്ടെടുത്ത് ബുൾഡോസർ തന്നെ വേണം. സമ്പൽ നമുക്ക് മുമ്പിൽ ഒരു ചോദ്യചിഹ്നം അല്ല, ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് എന്ന് പറയാതെ വയ്യ. മലയാളി കാര്യങ്ങൾ ഗ്രഹിക്കുക. ഇവിടത്തെ നട്ടലില്ലാത്ത വാഴപ്പിണ്ടികളായിട്ടുള്ള മാപ്രകളാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ ശാപം. ഇപ്പം നമ്മൾ അൽ ജസീറയെ കുറ്റം പറയും. അൽ ജസീറ തന്നെയാണ് മുക്കാൽ ചാനൽ. ആ അൽ ജസീറ തന്നെയാണ് ഏഷ്യാനെറ്റും മറ്റ് ചാനലുകളൊക്കെ തന്നെയും.
ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അൽ ജസീറയെക്കാളും കൂടുതൽ വിഷം സമൂഹത്തിൽ വമിപ്പിക്കുന്ന ചാനലുകൾ. കഴിഞ്ഞ ആഴ്ച കണ്ടല്ലോ നമ്മൾ ക്രിസ്മസ് ആഘോഷത്തിൻ്റെ പ്രശ്നം. ഇപ്പം അത് കൃത്യമായി അന്വേഷിച്ചറിഞ്ഞപ്പം കാര്യങ്ങൾ സംസാരിച്ചിട്ടേ ഉള്ളൂ, ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല എന്നൊക്കെയാണ് കേൾക്കുന്നത്. പക്ഷെ നമ്മുടെ മാധ്യമങ്ങൾ എന്താണ് ചെയ്തത്? കിട്ടിയ ചാൻസിന് പഠിച്ച് കയറ്റിയില്ലേ? വിഭാഗീയതയെ സൃഷ്ടിച്ചില്ലേ? ഇന്ന് അൽ ജസീറയുടെ കൂടെ കെട്ടാൻ പറ്റുന്നതാണ് മലയാളത്തിലെ സകല മാധ്യമങ്ങളും. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ചരിത്രം ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നത്. എന്നാൽ നോർത്ത് ഇന്ത്യയിലെ മാധ്യമങ്ങൾ കൃത്യമായിട്ടും ചർച്ച ചെയ്യുന്നുണ്ട്. ഗതികേട് കൊണ്ടാണെങ്കിലും ശരി, അവർക്ക് സത്യം പറയേണ്ടി വരുന്നത്. സമ്പലിലെ വെറുതെ ഒന്ന് സമ്പൽ വാർത്തകളിലേക്ക് ഒന്ന് യൂട്യൂബിലൂടെ പോയി നോക്കുക, നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമാവും. വീണ്ടും വേറൊരു വിഷയമായി നമുക്ക് നാളെ കാണാം. നന്ദി, നമസ്കാരം.